ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. കുറേ നാളായി വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. സ്റ്റീവ് കുറേ നാളായിട്ടാണ് അവനൊന്ന് പ്ലേ സ്റ്റേഷനിൽ കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്തായാലും സ്കൂൾ അവധിയൊക്കെയാണ്. അപ്പോൾ വിചാരിച്ചു അവനെ കൊണ്ട് പുറത്ത് പോകാമെന്ന്. പിന്നെ ആണെങ്കിൽ ഇവിടെ നാഷണൽ ഡേ വരുവാണ്. അപ്പോൾ നാഷണൽ ഡേയിൽ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ട് പിള്ളേർക്ക്. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ആ ഡ്രസ്സും വാങ്ങണം അവന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്ത് പോകാമെന്ന്. ഏകദേശം ഉച്ചയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പോൾ കരുതി ആദ്യം ചെന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ വുഡ്ലേ ഷോപ്പിംഗ് മാളിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഒരു മലയ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിയത്. നാസിലമക്കാണ് ഞങ്ങളെല്ലാവരും വാങ്ങിയത്. ആദ്യം തന്നെ അവന് ചോറ് വാരി കൊടുത്തു ഞാൻ. കാരണം ഓൾറെഡി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇന്ന് വന്ന മെയിൻ കാര്യം പ്ലേ സ്റ്റേഷനിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്ലേ സ്റ്റേഷനിലോട്ട് പോയി. കിസ്റ്റോപ്പിയ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വുഡ്ലേ മാളിലുള്ളൊരു പ്ലേ സ്റ്റേഷനാണിത്. ഇൻഡോർ പ്ലേ ഗ്രൗണ്ട്. ഇന്ന് അവധി ആയതുകൊണ്ട് കുറേ പേരൻസ് പിള്ളേരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ നമുക്കവിടെ ഊരി വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പിള്ളേരുടെ കൂടെ പിള്ളേരെ കൂടെ നമുക്കും കയറാം. പക്ഷേ നമ്മൾ സോക്സ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓൾറെഡി ഞങ്ങൾക്കുള്ള സോക്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങണം. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓടി നടന്ന് കളിക്കാനും എല്ലാം തുടങ്ങി. ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ കയറി നിന്നു, ഞാനും അഖിലും. കാരണം തന്നെ ഉള്ളിലോട്ട് വിടുന്നത് അത്ര സേഫ് അല്ല. ചിലപ്പോൾ എന്തെങ്കിലും വീണാലോ എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ. കുറേ പിള്ളേർ വന്ന് കളിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ കയറി നിന്നു. അവിടെ എല്ലായിടത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം പിള്ളേരുടെ ഹൈറ്റിനനുസരിച്ചൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ താഴെ നിന്നേ ഉള്ളൂ. അവനെല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി, നാഷണൽ ഡേക്കുള്ള. അപ്പോൾ വുഡ്ലേ മാളിൽ അതിന് ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ സെറാംഗൂൺ പോയി. സെറാംഗൂൺ നെക്സ് മാളിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് അവിടുത്തെ H&M ആണിത്. അവിടെ സെയിൽ ഉണ്ടായിരുന്നു, ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞങ്ങൾ പോയിട്ട് അവനുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നാഷണൽ ഡേക്ക് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഡ്രസ്സ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. യുണീക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ജപ്പാൻ സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. പോകുന്ന വഴിക്ക് പുറത്തൊക്കെ കുറേ സാധനങ്ങൾ സെയിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓഫറൊക്കെ വരുമ്പം നമുക്കിതിലൂടെ ഇവിടെ വേണമെങ്കിൽ വന്നിട്ട് ഷോപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങൾ യുണീക്ലോയിലെത്തി. അവനൊരു റെഡ് ടീഷർട്ടും വൈറ്റ് പാൻറ്റും ആണ് എടുത്തത്. ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ വെച്ചിട്ടാണ് നാഷണൽ ഡേക്ക് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അപ്പം സ്കൂളിലൊക്കെ സെലിബ്രേഷന് പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഡ്രസ്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ H&Mൽ ജസ്റ്റ് ഒന്നും വാങ്ങാനൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ സെയിലിന് കിടക്കുന്ന കാണുമ്പോൾ ഓഫറൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്ന് കയറി നോക്കാനും എല്ലാം ഒന്ന് നോക്കി എത്രയൊക്കെ ഉണ്ട്, എത്രയൊക്കെയാണ് വില, എത്രയൊക്കെ ഓഫറുണ്ട്, അതൊക്കെ നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും പുതിയ വന്ന കളക്ഷൻസൊക്കെ നോക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. H&Mൻ്റെ അത്യാവശ്യം വലിയൊരു ഷോറൂമാണത്. ലേഡീസിനും മെൻസിനും കിഡ്സിനും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് എല്ലാം ഒന്ന് നോക്കി. ഈ ഒരു സെക്ഷൻ ഫുള്ള് ലേഡീസിൻ്റെ സെക്ഷനാണ്. H&Mൽ എപ്പോൾ പോകുമ്പോഴും ഓരോ കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സുകൾ കൂടുതൽ കാണാം. ഇത്തവണ ചെന്നപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കേട്ടോ. ചെരുപ്പുകളുണ്ട്, ആക്സസറീസ് ഉണ്ട്, ബാഗുണ്ട്, എല്ലാം ഉണ്ട്.
വെറുതെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുക ഒരു രസം. മാലകൾ, കമ്മലുകൾ, ഇതാണ് കുറേ സെയിലിനിട്ടേക്കുന്നത് കുറേ ടോപ്പുകൾ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. MRT സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.